നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇന്നും മുഖ്യമന്ത്രി സ്ഥലത്തുണ്ട്. മുഖ്യമന്ത്രിക്ക് വരെ അവിടെ പോകാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു സ്ഥിതി വിശേഷമാണ് അവിടെ നടക്കുന്നുള്ളത്. അതിൻ്റെ ഇടയിൽ വീട്ടുകാർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പറഞ്ഞു എന്നോട് ആദ്യം തന്നെ ആരും പോയില്ല എന്നുള്ളത്. അതുപോലെ തന്നെ അവിടുത്തെ ഒരു 3 ആളെ കാണുന്നില്ല. മൊത്തം 13 ആള് മിസ് ചെയ്തിട്ടുണ്ട്. അതിൽ 7 ബോഡി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് എഫ്ഐആർ ഇടാൻ പോലും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. കർണാടകയിലൊന്നും അങ്ങനെയൊന്നും ചെയ്യില്ല. പരാതിയൊക്കെ അത് പരാതി എന്ന് പറഞ്ഞാൽ അതെന്താണെന്നുള്ള എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവരുടെ പരാതി എന്താണെന്നുള്ളത് അതൊക്കെ അവിടെ ചെയ്യും. ചെയ്യാതിരിക്കില്ല. ഇത്രയും വലിയൊരു ഇൻസിഡന്റ് ആകുമ്പോൾ എഫ്ഐആർ ഇടാതിരിക്കാൻ സാധ്യതയില്ല. ആ ഒരു വലിയ ഇൻസിഡന്റിന്റെ ഒരു ഗൗരവം കർണാടക സർക്കാർ ഗൗരവം എന്ന് പറഞ്ഞാൽ അതേ സമയത്ത് കർണാടകയിലെ വിവിധ ഭാഗങ്ങളിൽ ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കുറച്ചാള് ജീവൻ പോയി. അതുപോലെ ചിക്കമംഗ്ലൂർ, ഹാസൻ, കൊടക്, മംഗലാപുരം എല്ലാ ജില്ലകളിലും പ്രളയത്തിന്റെയും ഈ ലാൻഡ് സ്ലൈഡിന്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആദ്യഘട്ടത്തിൽ ഒരു വീഴ്ചയുണ്ടായിരുന്നു. അതായത് ഈ രക്ഷാപ്രവർത്തനമൊക്കെ ഇങ്ങനെ അങ്ങനൊന്നുമില്ല. നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നു. പിന്നെ കൂടുതൽ മീഡിയ നിങ്ങളൊക്കെ കേരളത്തിൽ നിന്ന് കൂടുതൽ ഇതായപ്പോൾ കുറച്ചുകൂടി അത് ഗൗരവമായിട്ട് എടുത്ത് അത് സത്യമാണ്. അല്ല, കേരളത്തിലൊരു ദുരന്തമുണ്ടായാൽ ഈ രീതിയിലല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പരാതി ഉയർന്നത്. കേരളം മാതിരിയല്ലല്ലോ കർണാടകയിൽ അവിടെ ചെറിയ പ്രശ്നം, വേറെ പ്രശ്നങ്ങളുണ്ട്. കുറെ വലിയ നാടാണ്. ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്ത് എത്താൻ പറ്റില്ല. കാർ വാർന്ന് ഇങ്ങോട്ട് വരണം. അടുത്ത് കടകളൊന്നുമില്ല. ഹൈവേ ആണ്. അങ്ങനെയുള്ള റിമോട്ട് ഏരിയ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടൊക്കെ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആരായാലും ജനങ്ങളെ നന്മയാണ് നമുക്ക് വേണ്ടത്. കോൺഗ്രസ് ആയാലും BJP ആയാലും മാർക്സിസ്റ്റ് ആയാലും ഇതിൽ രാഷ്ട്രീയം വേണ്ട. നമുക്ക് എത്രയും പെട്ടെന്ന് അർജുനും അതുപോലെ തന്നെ 2-3 ആളെ കണ്ടെത്താണ്ട് അവരെ കണ്ടെത്തുക. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനിപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രിയായിട്ടും ഉപമുഖ്യമന്ത്രിയായിട്ടും നമ്മുടെ KC വേണുഗോപാൽ സാറ് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ MK രാഘവേട്ടൻ അന്നു മുതൽ ഇന്ന് വരെ ഒരു 250 പ്രാവശ്യം എന്നെ വിളിച്ചു. അവിടുത്തെ കലക്ടർ നമ്പർ വേണം, SP നമ്പർ വേണം. മൂപ്പർ പോയി ഇപ്പോൾ അവിടെ താമസിക്കുകയാണ്. സൈറ്റിലുണ്ട് മൂപ്പർ. അവിടെ താമസിക്കുകയാണ്. മഴ നനഞ്ഞുകൊണ്ട് ഈ നാട്ടിന്റെ ഒരു വോട്ടറിന് വേണ്ടിയിട്ട് അയാൾ അവിടെ അത്രയും സങ്കടപ്പെടുകയാണ്. അപ്പം അത് നമുക്കൊക്കെ എപ്പോഴും തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോഴും രാഘവട്ടം സംസാരിച്ചു അവരോട്. പക്ഷെ വീട്ടുകാർക്ക് കിട്ടുന്ന ഇൻഫർമേഷനും അവിടെയുള്ള നടക്കുന്ന ഇൻഫർമേഷൻ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അവിടെ ഇവരുടെ അളിയൻ അടക്കം, അതായത് അർജുന്റെ സഹോദരി ഭർത്താവാണ് ഈ കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട്. ഇവർ വിളിക്കുമ്പോഴൊക്കെ എന്താണ് അവിടെ നടക്കുന്നത് അവർക്കടക്കം. നിങ്ങൾ അവിടുത്തെ ആൾക്കാരോട് വിളിച്ചു നോക്കി. സ്പോട്ടിലുള്ള ആളോട്. ആ സ്പോട്ടിലുള്ള ആളാണ്. വേറെ ആളുണ്ടല്ലോ അവിടെ. വേറെയും ആൾക്കാരുണ്ടല്ലോ അവിടെ. അവർക്ക് നമുക്ക് നമ്മളെ വീട്ടിലാകുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ എത്ര നന്നായാലും ചില കുറ്റങ്ങൾ ഉണ്ടാവുന്നെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെയുള്ള വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അത്. നമ്മളെ വീട്ടിലുണ്ടായാലും നമുക്ക് ഡോക്ടർ എത്ര ശുശ്രൂഷിച്ചാലും നമുക്ക് ആ സങ്കടം ഉണ്ടാവും. മതിയായില്ല എന്നുള്ളത്. അങ്ങനെയുള്ള സംഭവം 6 ദിവസമായി ഇനി ഒരു 6 ആളെ കണ്ടെത്താണ്ട്. 3 ആള് മിസ്സിംഗ് ഉണ്ട്. 3 ബോഡി എത്താണ്ട്. 7 ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് അർജുനനും അതുപോലെ ബാക്കിയുള്ള ആളെയും എത്തിപ്പെടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം ദൈവത്തോട്. ഓക്കെ.